ആ ഒരു സമയത്ത് ഈശോ എൻ്റെ ത്രില്ലായിട്ട് മാറിയെന്ന് എനിക്ക് പറയാം. ഞാൻ എൻജിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞു. പക്ഷേ എനിക്ക് എൻ്റെ കരിയർ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല. കാരണം എന്നെ ഒരു വൈദികനായിട്ട് തമ്പുരാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വൈദികനായിട്ട് തുടരാനാണ് എൻ്റെ ഒരു താല്പര്യമായിട്ടിരുന്നത്. വീട്ടിൽ ഞാൻ ഒറ്റ മകനാണ്. അപ്പച്ചനെ സംബന്ധിച്ചിടത്തോളം എന്നിൽ ഒത്തിരി പ്രതീക്ഷകൾ ഉണ്ട്. ഒരുപക്ഷെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കാം എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ സ്റ്റേൺ ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുന്നത്. ഞാൻ അവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞു, ഞാൻ വൈദികനാവാൻ വേണ്ടി പോവുകയാണ്. ഈശോയിൽ പ്രിയമുള്ളവരെ, ഞാൻ ഫാദർ ലിബിൻ ജേക്കബ് കിഴക്കേക്കുടിയിൽ കപ്പൂച്ചിൻ. ഞാനിപ്പോൾ കപ്പൂച്ചിൻ സഭയിലെ സിറോ മലബാർ പ്രൊവിൻസായ പാവനാത്മ പ്രൊവിൻസിൻ്റെ അംഗമാണ്. ഞാനിപ്പോൾ സേവനം ചെയ്യുന്നത് കണ്ണൂർ പട്ടാരത്തുള്ള വിമലഗിരി കപ്പൂച്ചിൻ ധ്യാനകേന്ദ്രത്തിലാണ്. ദേവദാസനായിട്ടുള്ള ആർമഡച്ചനാൽ സ്ഥാപിതമായ കപ്പൂച്ചിൻ വിമലഗിരി ധ്യാനകേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ദൈവം എന്നെ വിളിച്ചിരിക്കുകയാണ്. ഒത്തിരി സന്തോഷമുണ്ട്. ഈ ഒരു ധ്യാനകേന്ദ്രത്തിൽ വളരെ പുണ്യങ്ങൾ നിറഞ്ഞ ഈ ഒരു അന്തരീക്ഷത്തിൽ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് തമ്പുരാൻ എന്നെ വിളിച്ചതിനെ ഓർത്ത് ഒത്തിരി സന്തോഷമുണ്ട്. എൻ്റെ വീട് മാനന്തവാടി രൂപതയിലെ തവിഞ്ഞാൽ ഇടവകയിലാണ്. വീട്ടിൽ എനിക്ക് അപ്പച്ചൻ, അമ്മച്ചി, എനിക്കൊരു അനിയത്തിയാണുള്ളത്. അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞു. അവളിപ്പോൾ തിരുവല്ലയിൽ ബിലീവേഴ്സ് ചർച്ചിൻ്റെ മെഡിക്കൽ കോളേജിൽ ഫാർമസി ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യുന്നു. അമ്മച്ചി റിട്ടയർഡ് നേഴ്സാണ്. അപ്പച്ചൻ ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യുന്നു. അങ്ങനെയാണ് എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥകൾ. ഞാൻ നിങ്ങളുടെ മുന്നിലായിരിക്കുന്നത് എൻ്റെ ഒരു ദൈവവിളിയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. ബിടെക് പഠനമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ദൈവവിളിയിലേക്ക് കാലെടുത്ത് വെക്കുന്നത്. ആ ഒരു സമയത്താണ് എന്നെ തമ്പുരാൻ ഈ ഒരു വിളിയിലേക്ക് വിളിക്കുന്നത്. ഞാൻ ചെറുപ്പകാലഘട്ടങ്ങളിലായിരിക്കുമ്പോൾ ഞാനങ്ങനെ അച്ഛനാവണം എന്നതിനെക്കുറിച്ച് അങ്ങനെ ചിന്തയൊന്നും എനിക്കങ്ങനെ വലിയ കാര്യമായിട്ടില്ലായിരുന്നു. പക്ഷേ അമ്മച്ചി എന്നെ ഒരു ടീനേജിലൊക്കെ ആയിരിക്കുമ്പോൾ എന്നെ ധ്യാനങ്ങൾക്ക് പറഞ്ഞു വിടുമായിരുന്നു. ക്രിസ്ത്യൻ ധ്യാനങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് വെക്കേഷനൊക്കെയുള്ള സമയങ്ങളിൽ അമ്മച്ചി എന്നെ പറഞ്ഞു വിടുമായിരുന്നു. ഞാൻ പിന്നീടും ഹൈസ്കൂളിലായിരുന്നപ്പോഴും എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു ഓർമ്മയിൽ ഹൈസ്കൂൾ മുതൽ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ വേണ്ടിയിട്ട് എനിക്ക് പോകാനായിട്ട് സാധിക്കുമായിരുന്നു. അങ്ങനെ അമ്മ എന്നെ ഒത്തിരി പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. മുന്നോട്ടുള്ള ദിവസങ്ങളിൽ എനിക്ക് 10ാം ക്ലാസ്സിന് ഞാൻ ഓർക്കുന്നത്, 10ാം ക്ലാസ്സിലെ എക്സാം ഉള്ള സമയത്ത് പോലും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് എക്സാമിന് പോകാൻ വേണ്ടിയിട്ട് അമ്മച്ചി എന്നെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. ഇങ്ങനെ ഈശോയുമായിട്ട് അടുത്തൊരു ബന്ധം പുലർത്തുവാൻ തീർച്ചയായിട്ടും എനിക്ക് കുടുംബ സാഹചര്യങ്ങൾ ദൈവം ഒരുക്കി തന്നു എന്ന് തന്നെ വേണം പറയാൻ. അങ്ങനെ ഞാൻ മുന്നോട്ട് പോയി. അപ്പോഴൊന്നും ദൈവവിളിയെക്കുറിച്ചുള്ള ചിന്തകളൊന്നും ഇല്ല. പക്ഷെ +1 +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളിലാണ് ഞാൻ ജീസസ് യൂത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ഒരു മൂവ്മെൻറ്റുമായിട്ട്, യൂത്ത് മൂവ്മെൻറ്റുമായിട്ട് ഇടപഴകുന്നതും ചേരുന്നതും. അങ്ങനെ മാനന്തവാടിയിലെ സിയോൺ ധ്യാനകേന്ദ്രം പാസ്റ്റർ സെൻറ്റർ, അവിടെ വെച്ചിട്ടാണ് എല്ലാ മാസത്തിലും ഗ്യാതറിംഗ് ഉണ്ട്. അവിടെ ഞാൻ ഇങ്ങനെ പങ്കുചേരും. അപ്പോൾ അങ്ങനെ അത് ആകസ്മികമായിട്ട് അവരുടെ കൂട്ടത്തിൽ ചേരാനായിട്ട് സാധിച്ചു. അവരുടെ ശുശ്രൂഷകളിൽ പങ്കുകൊള്ളുവാനായിട്ട് സാധിച്ചു. അങ്ങനെ സ്വാഭാവികമായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവരുടെ ജീവിത സാക്ഷ്യങ്ങൾ അവരുടെ യുവജനങ്ങളുടെ ജീവിത സാക്ഷ്യങ്ങൾ ഒത്തിരി എനിക്ക് ഇൻസ്പയറിംഗ് ആയിരുന്നു. അവർ ഇത്രമാത്രം യുവജനങ്ങളായിട്ട് പോലും അവർ യേശുവിന് വേണ്ടി തീക്ഷ്ണമായിട്ട് ജീവിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ എനിക്ക് ഒത്തിരി ഇൻസ്പയറിംഗ് ആയിരുന്നു. തീർച്ചയായിട്ടും ഞാൻ അവരുടെ കൂടെ ഇങ്ങനെ നടന്നു. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആകസ്മികമായിട്ട് ഒരു എനിക്ക് തോന്നുന്നു ക്രിസ്ത്യൻ ധ്യാനത്തിനായിരുന്നു തോന്നുന്നു. ക്രിസ്ത്യൻ ധ്യാനത്തിൻ്റെ ഒരുക്കമായിട്ട് തലേ ദിവസം ജീസസ് യൂത്തിൻ്റെ ലീഡർഷിപ്പുകളെല്ലാം കൂടെ ഒരുമിക്കുന്ന ഒരു സമയം. അപ്പം അന്ന് ഞാനതിന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് ശ്രമിച്ചു. പക്ഷേ എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയി. ഞാനങ്ങനെ ആ ഒരു ഗ്യാതറിങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ നിർണായകമായിട്ടുള്ളൊരു ഇടപെടൽ തമ്പുരാൻ നടത്തുന്നത്. വളരെ നിർണായകമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഇന്നും ഞാൻ കരുതുന്ന ഒരു ഇടപെടൽ തമ്പുരാൻ നടത്തുന്നത്. അതവിടെ ആ ഒരു പ്രിപ്പറേഷൻ ടൈമിൽ ഒരു ബ്രേക്ക് ഉണ്ടായിരുന്ന സമയത്ത് ഒരു ചേച്ചി ഞങ്ങളൊരു കുറച്ച് പേരെ ജീവിതത്തിലുള്ള കുറച്ച് പിള്ളേരെ ഒരുമിച്ചിരുത്തിയിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വചനം എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഓരോരുത്തർക്കും വേണ്ടി ഞാനൊരു വചനം എടുക്കും, അങ്ങനെ പോവുകയാണെന്ന് പറഞ്ഞു.
ഒക്കെ ഞങ്ങളെല്ലാവരും വചനത്തിന് വേണ്ടി കാത്തിരുന്നു. ഓരോരുത്തർക്കും വേണ്ടി വചനം എടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ എൻ്റെ ഊഴമായിട്ട് ചേച്ചി പ്രിൻസി എന്ന് പറഞ്ഞൊരു ചേച്ചിയായിരുന്നു. ചേച്ചി ഇന്ന് SIVSലെ സിസ്റ്ററാണ്, ഇന്ന് പ്രൊവിൻഷ്യൽ സെക്രട്ടറിയാണ് മാനന്തവാടിയിൽ. അപ്പം ചേച്ചി വചനം എടുത്തിട്ട് എന്നെ നേരെ നോക്കി, ഒന്ന് അത്ഭുതത്തോടെ നോക്കി. അപ്പം അങ്ങനെ പക്ഷെ അതെടുത്ത് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് കിട്ടിയ വചനം എന്ന് പറയുന്നത് ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 23-ാം വാക്യമാണ്. അതിൻ്റെ അകത്ത് ഇങ്ങനെയാണ് പറഞ്ഞു വെക്കുന്നത്: സെറുബാബേലെ, അന്ന് ഞാൻ നിന്നെ എൻ്റെ മുദ്രമോതിരം പോലെയാക്കും, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു, കർത്താവ് അരുൾ ചെയ്യുന്നു. ഈ ഒരു വചനം കേട്ട മാത്രയിൽ എനിക്ക് പെട്ടെന്ന് ഒരു ഫ്ലാഷ് ബാക്ക് പോലെ എൻ്റെ ജീവിതത്തെ ഞാൻ കാണുകയാണ്. അതുവരെ ഞാൻ വളരെ സ്വാഭാവികമായിട്ട് ആണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നത്, ഒരു പ്രത്യേകതകളുമില്ലാതെയാണ് ഞാൻ ഈ കൂട്ടായ്മയിലൊക്കെ ആയിരിക്കുന്നത് വിചാരിച്ച് ഞാൻ അന്ന് വരെ നടത്തപ്പെട്ടത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പാണെന്ന് എനിക്ക് മനസ്സിലാവുകയാണ്. ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ആ വചനം എൻ്റെ ഹൃദയത്തിൽ ഒത്തിരി ആഴത്തിൽ സ്പർശിച്ചു. പെട്ടെന്ന് നോക്കുമ്പോൾ ഒന്നുമില്ലെങ്കിലും പക്ഷെ ആ വചനം ആ സമയത്ത് ഒരു വീഡിയോ പോലെ കാണിച്ചു തരികയാണ് എൻ്റെ ജീവിതത്തെ. കഴിഞ്ഞുപോയ കാല ജീവിതങ്ങൾ മുഴുവനായിട്ട് തമ്പുരാൻ നയിക്കുകയായിരുന്നു. എല്ലാം ആകസ്മികമായിട്ട് സംഭവിച്ചതല്ല, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പായിരുന്നു. അത് ഭയങ്കര ബോധ്യമായിട്ട് ആ നിമിഷം എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് കയറുകയാണ്. അതിനുശേഷം പിന്നീട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട്, ആ ഒരു വചനം വെച്ച് തിരിഞ്ഞു നോക്കിയിട്ട്, ദൈവം എന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ തിരഞ്ഞെടുപ്പിലേക്ക് എന്നെ തന്നെ ഞാൻ സമർപ്പിച്ചുകൂടാ എന്ന് പറഞ്ഞൊരു ചിന്തയും മനസ്സിലുണ്ടായി. അതിൽ കൂടുതലൊന്നും എൻ്റെ മനസ്സിലില്ലായിരുന്നു. അങ്ങനെ ഞാൻ കടന്നുപോയി. GC മുന്നേ +2 കഴിഞ്ഞു. അതിനുശേഷം ഞാൻ വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ്, തലശ്ശേരി അതിരൂപതയിലെ വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് എനിക്ക് അഡ്മിഷൻ കിട്ടി. അവിടേക്ക് കടന്നു വന്നപ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് എനിക്ക് ആ ഒരു ജീസസ് യൂത്ത് കൂട്ടായ്മയും ആ ഒരു പ്രാർത്ഥന ചൈതന്യത്തിൽ നിലനിൽക്കാനുള്ള ഒരു അവസരവും നഷ്ടപ്പെടുമോ എന്ന് പറഞ്ഞൊരു ചിന്ത ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ കോളേജിലേക്ക് കടന്നു വന്നപ്പോൾ ദൈവം മനോഹരമായിട്ട് അവിടെ തീക്ഷ്ണമതിയായിട്ടുള്ള യുവതി യുവാക്കളുടെ ഒരു കൂട്ടായ്മ ക്രമീകരിച്ചു എന്നുള്ളതാണ്. അങ്ങനെ അത് ക്രമീകരിക്കപ്പെട്ടു. ഞാൻ അവരുടെ ഇടയിലേക്ക് ചേർന്നു. അത് എനിക്ക് ആധ്യാത്മികമായിട്ടും ഈശോയോടുള്ള അടുപ്പത്തിലും കൂടുതൽ വളർച്ചയ്ക്ക് കാരണമായി. അവരുടെ ഇടയിൽ കൂട്ടായ്മയിൽ പോകുമായിരുന്നു. ഞാൻ വീട്ടിൽ പോകുന്നതിനേക്കാളും കൂടുതലായിട്ട് ഈശോയിൽ വിശ്വസിക്കുന്ന, ഈശോയെ പ്രഘോഷിക്കുന്ന ആ ഒരു കൂട്ടായ്മയുടെ ഭാഗമാകുവാൻ എനിക്ക് ഒത്തിരി ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് വീട്ടിൽ പോകാമെന്ന് എഴുതി വെച്ചിട്ട് പോലും ഞാൻ ചിലപ്പോൾ ജീസസ് യൂത്ത് കൂട്ടായ്മകൾക്ക് പോകുമായിരുന്നു, ഹോസ്റ്റലിൽ നിന്ന് പോലും. അപ്പം അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന സമയം. അപ്പം അങ്ങനെയാണ് ഞാൻ എൻ്റെ ബിടെക് കാലഘട്ടങ്ങൾ മുന്നോട്ട് പോയത്. ഒരുപക്ഷെ ആ ഒരു കാലഘട്ടങ്ങളിൽ എൻ്റെ യുവപ്രായം ചോര തിളച്ചു നിൽക്കുന്ന ആ ഒരു യുവപ്രായത്തിൽ എനിക്ക് ഈശോയ്ക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജീസസ് യൂത്തിൽ ശുശ്രൂഷ ചെയ്യുക എന്ന് പറയുന്നതായിരുന്നു ഏറ്റവും വലിയൊരു ക്രൈസ് എന്ന് പറയുന്നത്. അത്രമാത്രം എനിക്ക് സന്തോഷം തരുന്ന ഒന്നായിരുന്നു ജീസസ് യൂത്തിൻ്റെ ശുശ്രൂഷകൾ. അപ്പോൾ ആ ഒരു ശുശ്രൂഷകളും ഒപ്പം ആ ജീസസ് യൂത്തിലുള്ള അംഗങ്ങൾ, അവരുടെ സാക്ഷ്യങ്ങളൊക്കെയാണ് എന്നെ ഈശോയോട് കൂടുതലായിട്ട് അടുപ്പിച്ചു. അത് ആ ഒരു സമയത്ത് ഈശോ എൻ്റെ ത്രില്ലായിട്ട് മാറിയെന്ന് എനിക്ക് പറയാം. ഈശോയാണ് ജീവിതത്തിൽ ത്രില്ലായിട്ട് മാറി. അങ്ങനെ മുന്നോട്ട് ഞാനിങ്ങനെ കടന്നു പോവുകയാണ് ഓരോ ശുശ്രൂഷകളൊക്കെ ആയിട്ട്. അങ്ങനെ ഞാൻ 4-ാം വർഷം ബിടെക് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം കുടിയാമലയിൽ ഞങ്ങളിടയ്ക്ക് ജീസസ് യൂത്തിൻ്റെ മീറ്റിങ്ങുകൾ കൂടുമായിരുന്നു. അന്ന് കുടിയാമലയിലെ വികാരി അച്ഛൻ ജോസ് വെട്ടിക്കലച്ചനാണ്. അച്ഛൻ ഞങ്ങളെ ഒത്തിരി പ്രോത്സാഹിപ്പിച്ചിരുന്നു. അങ്ങനെ ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് മീറ്റിംഗ് കൂടാൻ വേണ്ടി കുടിയാമലയിൽ പോകുമ്പോൾ മീറ്റിങ്ങിൻ്റെ ഇടയ്ക്ക് അച്ഛൻ എന്നോട് ഇങ്ങനെ സംസാരിക്കും. എൻ്റെ ഒരു തീം എന്ന് പറയുന്നത് ബിടെക് കഴിഞ്ഞ് MTech എടുക്കാൻ പോവുക എന്നുള്ളത്. അപ്പം അച്ഛൻ MTech എടുക്കാൻ വേണ്ടിയിട്ടുള്ള എൻട്രൻസ് കോച്ചിങ്ങിന് പോകും. എൻ്റെ ജീവിതത്തിൽ 2 ലക്ഷ്യങ്ങളാണ് ആ ഒരു സമയത്തുണ്ടായിരുന്നത്. ഒന്നെങ്കിൽ ജീസസ് യൂത്തിൽ 1 വർഷം ഫുൾ ടൈമർഷിപ്പ് ബിടെക് കഴിഞ്ഞിട്ട് എടുക്കുക, അല്ലെങ്കിൽ MTechൻ്റെ എൻട്രൻസ് കോച്ചിങ്ങിന് വേണ്ടിയിട്ട് പോവുക. അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ചിരിക്കുന്ന സമയത്ത് ഈ ഒരു മീറ്റിങ്ങുകൾ കൂടുമ്പോൾ അച്ഛൻ എന്നോട് ഇടയ്ക്ക് ഇങ്ങനെ സംസാരിക്കും, MTech കഴിഞ്ഞിട്ടും അച്ഛനാവാൻ വേണ്ടി പോവാം. അച്ഛൻ എന്നോട് മാത്രം ഇങ്ങനെ സംസാരിക്കും, ബാക്കിയുള്ളവരോട് പറയില്ല. അപ്പോൾ ഞാൻ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഇടയ്ക്ക് അച്ഛനോട് ചോദിക്കും,
അച്ഛൻ എന്താണ് എന്നോട് മാത്രം പറയുന്നത്? അപ്പം അച്ഛൻ പറഞ്ഞു, ഞാനിങ്ങനെ പലരെയും ഒക്കെ പറഞ്ഞ് ദൈവവിളി പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞു. അപ്പം പക്ഷെ ഞാൻ ആ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു തമാശയായിട്ട് മാത്രമേ എടുത്തുള്ളൂ, സീരിയസ് ആയിട്ടൊന്നും എടുത്തില്ല. അങ്ങനെ ഞാൻ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് കടന്നുപോയി. അങ്ങനെ 4-ാം വർഷം വെക്കേഷൻ്റെ സമയത്ത് ഞാൻ ജസ്റ്റ് വീട്ടിൽ ആയിരിക്കുന്ന സമയം, ഈസ്റ്റർ സമയമായിരുന്നു. അന്ന് ഈസ്റ്റർ സമയത്ത് ഞാൻ പലർക്കും ഈസ്റ്റർ മെസ്സേജുകൾ അയച്ചതിൻ്റെ കൂടെ മാനന്തവാടി രൂപതയിലെ ബാബു പാറയിൽ എന്ന് പറഞ്ഞ അന്നത്തെ സിയോനിലെ അച്ഛൻ ധ്യാന കേന്ദ്രത്തിലായിരുന്നു. അപ്പോൾ അച്ഛനും മെസ്സേജ് അയച്ചു, ഈസ്റ്റർ മെസ്സേജ് അയച്ചു. അച്ഛൻ അന്ന് ആ ഒരു രാത്രിയിൽ എന്നെ തിരിച്ചു വിളിച്ചിട്ട് അച്ഛൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇന്ന് ആരൊക്കെ എനിക്ക് ഈസ്റ്റർ മെസ്സേജ് അയക്കുമോ അവരെ എല്ലാം ഞാൻ തിരിച്ചു വിളിച്ച് അവർക്ക് ഈസ്റ്റർ ആശംസ പറയും എന്ന തീരുമാനമെടുത്ത് ഞാൻ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇരിക്കുകയാണ്. ഇന്ന് ഞാൻ അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് എടുത്തിരിക്കുകയാണ്. അപ്പോഴാണ് നിന്റെ മെസ്സേജ് കാണുന്നത്, ഞാൻ നിന്നെ തിരിച്ചു വിളിക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞിട്ട് അച്ഛൻ എനിക്കൊരു ഈസ്റ്റർ ആശംസയൊക്കെ പറഞ്ഞതിന് ശേഷം ഏറ്റവും അവസാനം, എനിക്ക് അച്ഛനുമായിട്ട് അത്ര വ്യക്തിപരമായ പരിചയമില്ല, പക്ഷെ അച്ഛന് എന്നെ അറിയാം എന്നേ ഉള്ളൂ. ഏറ്റവും അവസാനം അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, എടാ ലിവിനെ, നീ നിന്റെ ദൈവവിളിയെ കുറിച്ച് ഒന്ന് പ്രാർത്ഥിക്കണം. ഇത് ഞാൻ അത് കേട്ടപ്പോൾ സ്വാഭാവികമായിട്ട് ഓക്കെ അച്ഛാ, ഞാൻ പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞ് വലിയ ചിന്തകളൊന്നും കൂടാതെ ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഒരു ചിന്ത, ഈ ജോസ് വെട്ടിക്കൽ അച്ഛനും ബാബു പാറയിൽ അച്ഛനും തമ്മിൽ കണക്ഷൻസ് ഒന്നുമില്ല. ജോസ് വെട്ടിക്കൽ അച്ഛൻ തലശ്ശേരി രൂപതയിലെ അച്ഛനാണ്, നമ്മൾ ബാബു പാറയിൽ അച്ഛൻ മാനന്തവാടി രൂപതയിലെ അച്ഛനാണ്. അപ്പൊ ഇവർ രണ്ടും തമ്മിൽ വേറെ ബന്ധങ്ങളൊന്നുമില്ല. അപ്പൊ എങ്ങനെ ഒരേ കാര്യങ്ങൾ ഇവർ സംസാരിക്കുന്നു എന്ന് എനിക്ക് പെട്ടെന്ന് ഒരു ചിന്ത. അപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഒരു ചിന്ത വരികയാണ്, ദൈവം എന്നെ വിളിച്ചിട്ടുണ്ടോ? അപ്പൊ ആ ഒരു ചിന്തയാണ് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ആ ഒരു സമയത്ത് വന്നത്. അപ്പോൾ എൻ്റെ മനസ്സൊന്ന് ആദ്യം ഒന്ന് പകച്ചു നിന്നുപോയി, ദൈവമേ അങ്ങനെ വിളിച്ചിട്ടുണ്ടോ? പക്ഷെ എങ്കിലും ഞാൻ ഈശോയോട് അപ്പോൾ പറഞ്ഞു, ഈശോയെ നീ എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വരാം, പക്ഷേ എനിക്ക് നല്ല ഉറപ്പ് വേണം. കാരണം വീട്ടിൽ ഞാൻ ഒറ്റ മകനാണ്. അപ്പച്ചനെ സംബന്ധിച്ചിടത്തോളം എന്നിൽ ഒത്തിരി പ്രതീക്ഷകൾ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോഴ്സ്, അത് മുന്നോട്ട് വെക്കുന്ന സാധ്യതകൾ, ഇതെല്ലാം എൻ്റെ മുന്നിലുണ്ട്. ഇതിനോടെല്ലാം ഞാൻ നോ പറയണമെങ്കിൽ, അല്ലെങ്കിൽ നിന്റെ വിളി സ്വീകരിക്കണമെങ്കിൽ എനിക്ക് അത്ര ഉറപ്പ് വേണം. അതുകൊണ്ട് നീ എനിക്കൊരു നല്ലൊരു ഉറപ്പ് തരണം എന്ന് പറഞ്ഞ് ഞാൻ തമ്പുരാന്റെ സന്നിധിയിൽ ഇങ്ങനെ ഒരു കണ്ടീഷൻ വെച്ചു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ മുന്നോട്ട് പോയി. ബിടെക് കഴിഞ്ഞു. ബിടെക് പഠനം കഴിഞ്ഞതിന് ശേഷം ഞാൻ 6 മാസം ഹൈദരാബാദിൽ എംടെക്കിൻ്റെ എൻട്രൻസ് കോച്ചിങ്ങിനായിട്ട് പോവുകയാണ്. അത് തിരഞ്ഞെടുത്ത് ഞാൻ അങ്ങോട്ട് പോയി. ഹൈദരാബാദിൽ എൻട്രൻസ് കോച്ചിങ് നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളിൽ എനിക്ക് അവിടെയും ജീസസ് യൂത്ത് സുഹൃത്തുക്കളെ കിട്ടി. ചെറിയ പ്രേ ഗ്രൂപ്പുകളൊക്കെ ആയിട്ട് ഇടയ്ക്കൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കാനായിട്ടും കൂടുമായിരുന്നു. ഹൈദരാബാദിലാണെങ്കിലും ജീസസ് യൂത്തിൻ്റെ സോൺ ഉണ്ടായിരുന്നു, അവിടെയും പോയിട്ട് പ്രേ ഗ്രൂപ്പുകളിൽ പങ്കെടുക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ആ കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നു. എല്ലാ ദിവസവും എൻ്റെ ഉള്ളിലൊരു ചിന്ത വന്നത്, ഈ ഒരു ദൈവവിളിയെ കുറിച്ചുള്ള ചിന്ത രൂപപ്പെട്ടത് മുതൽ എല്ലാ വിശുദ്ധ കുർബാനയിലും കാസയും പീലാസയും ഉയർത്തുമ്പോൾ ഈ ഒരു നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ട് എനിക്കൊരു പ്രചോദനം തോന്നി. അപ്പൊ അങ്ങനെ അന്നു മുതൽ ഞാനിങ്ങനെ ആ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കും. എല്ലാ വിശുദ്ധ കുർബാനകളും ദൈവമേ നീ എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ഉറപ്പ് തരണം എന്ന് പറഞ്ഞ് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ കടന്നുപോയി. ജീസസ് യൂത്ത് സുഹൃത്തുക്കളുമായിട്ടൊക്കെ ഇങ്ങനെ കടന്നുപോയി. എൻട്രൻസ് കോച്ചിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെയാണ് ഒരു 3-4 മാസം കഴിഞ്ഞു. 6 മാസത്തേക്കുള്ള ഒരു കോഴ്സാണ്. 4 മാസം കഴിഞ്ഞ് 4-5 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കൂടെയുള്ളൊരു സുഹൃത്ത്, ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് എൻ്റെ ദൈവവിളിയെ കുറിച്ച് യാതൊന്നും പറഞ്ഞിരുന്നില്ല. അത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഞാൻ രഹസ്യമായി വെച്ചിരുന്നേ ഉള്ളൂ. ഒരു ദിവസം വൈകുന്നേരം കുർബാനയ്ക്ക് ശേഷം ഇദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു, എടാ ലിവിനെ, നീ നിന്റെ ദൈവവിളിയെ കുറിച്ച് ഒന്ന് പ്രാർത്ഥിക്കണം. വീണ്ടും പെട്ടെന്ന് പഴയ ഓർമ്മകളൊക്കെ ഒറ്റയടിക്ക് എൻ്റെ മനസ്സിലേക്ക് കയറി വന്നു. കാരണം അതുവരെ ഞാനിങ്ങനെ പതുക്കെ ഒന്നും ഇല്ലായിരിക്കും എന്നൊക്കെ വിചാരിച്ച് ഞാനിങ്ങനെ നീങ്ങിയായിരുന്നു. പക്ഷെ പതുക്കെ ആ ഓർമ്മകളൊക്കെ എൻ്റെ മനസ്സിലേക്ക് കയറി വന്നു. അപ്പോൾ ഞാൻ അന്ന് വൈകുന്നേരത്തെ കുർബാനയായിരുന്നു. അതിനുശേഷം മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് ഒരു ഉറപ്പ് വേണം. ഇപ്പോഴാണെങ്കിലും എനിക്ക് ഉറപ്പ് കിട്ടിയിട്ടില്ല, ഇങ്ങനെ ചെറിയ ചിന്തകൾ കിട്ടുന്നതില്ലാണ്ട്. അപ്പോൾ എനിക്കൊരു നല്ല ഉറപ്പ് വേണം. അപ്പം അങ്ങനെ ഞാൻ തിരിച്ച് ഹോസ്റ്റലിലേക്ക് എത്തി. മാതാവിനോട് പ്രാർത്ഥിച്ച് ഹോസ്റ്റലിലേക്ക് എത്തിയപ്പോൾ അന്ന് ആ ഒരു 4-5 മാസത്തോളം ജോസ് വെട്ടിക്കലച്ചനുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ലായിരുന്നു. പക്ഷെ അന്ന് ആ ദിവസം
രാത്രി അച്ഛൻ എന്നെ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, എന്തായി കാര്യങ്ങളൊക്കെ, തീരുമാനങ്ങളൊക്കെ എങ്ങനെയായി എന്ന് ചോദിച്ചു. ഞാനത് കാണുകയായിരുന്നു, എങ്ങനെയാണ് ദൈവം ഇതെല്ലാം യോജിപ്പിക്കുന്നത്. ഇതിൻ്റെ ജീവിതത്തിൻ്റെ പുറകിലിരുന്ന് തമ്പുരാൻ ഓരോ കാര്യങ്ങളെയും കൂട്ടി യോജിപ്പിക്കുന്നതായിട്ട് എനിക്കപ്പോൾ അത്ഭുതത്തോടെ ഞാൻ നോക്കുകയാണ്. എന്നിട്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ വളരെ ഗൗരവമായിട്ട് എടുത്തിട്ടുണ്ട്, പക്ഷെ അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്കൊന്ന് തീരുമാനിക്കാൻ പറ്റണം. അച്ഛൻ പ്രാർത്ഥിക്കാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ഒരു അവസ്ഥയിൽ ഇപ്പോൾ നിൽക്കുന്ന ഒരു കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെ, എന്നെ അങ്ങോട്ട് തള്ളിയിട്ടാൽ ഞാൻ ദൈവവിളിക്ക് അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് തള്ളിയിട്ടാൽ ഇങ്ങോട്ട് വീഴും. അപ്പോൾ എങ്ങോട്ടാണ് തീരുമാനം എടുക്കാൻ അങ്ങനെ ഒരു സ്ട്രഗിളിൽ നിൽക്കുന്ന അവസരത്തിൽ ഞാൻ കുറച്ചുകൂടെ ദിവസങ്ങൾ കടന്നുപോയി. അപ്പോൾ കോഴ്സ് തീരുമാനമുള്ള സമയമായി. അപ്പോഴാണ് ഞാൻ ജീസസ് യൂത്തിൻ്റെ ഒരു ലീഡേഴ്സ് ട്രെയിനിങ് ധ്യാനം നടക്കുന്നുണ്ടായിരുന്നു ഹൈദരാബാദിൽ. അന്ന് ഞാൻ ആ ധ്യാനത്തിന് പങ്കെടുത്തു. ധ്യാനത്തിൽ പങ്കെടുത്തതിന് ശേഷം പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആരാധനയുടെ സമയത്ത് നമ്മൾ ക്ഷമയുടെ ആരാധനയുണ്ടല്ലോ, രണ്ടുപേര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നിന്ന് ക്ഷമയുടെ ആരാധന സമയത്ത് എൻ്റെ കമ്പാനിയനായിട്ട് വന്നത് ഒരു തെലുങ്ക് സംസാരിക്കുന്ന അവിടുത്തെ ജീസസ് യൂത്ത് യുവാവായിരുന്നു. എനിക്ക് ആകെ ഹൈദരാബാദ് ജീസസ് യൂത്തിൽ വളരെ കുറച്ച് ലീഡേഴ്സിനെ മാത്രമേ അറിയാമായിരുന്നുള്ളൂ. പക്ഷെ അന്ന് പല ലീഡേഴ്സും പുതിയതായിട്ട് കാണുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ അകത്ത് തെലുങ്ക് സംസാരിക്കുന്ന ഒരു യുവാവാണ് എൻ്റെ കമ്പാനിയനായിട്ട് നിന്നത്. അപ്പോൾ ആരാധന കഴിഞ്ഞു പിറ്റേ ദിവസം ആരാധനയുടെ സമയത്ത്, അവസാന ദിവസത്തെ ആരാധനയുടെ സമയത്ത് അച്ഛൻ ഇങ്ങനെ മെസ്സേജുകൾ എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ തമ്പുരാനോട് ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം, ദൈവമേ ഈ ഒരു കൂട്ടായ്മയിൽ നിന്ന് ഒരാളെ പുരോഹിതനായിട്ടെങ്കിലും വിളിക്കുന്നുണ്ട് എന്നൊരു മെസ്സേജ് എങ്കിലും പറയുവാണെങ്കിൽ ഞാൻ നിന്റെ പുറകെ പോന്നേക്കാം എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ കണ്ടീഷൻസ് ഒക്കെ വെച്ച് പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ പൗരോഹിത്യത്തെ സംബന്ധിച്ച്, ദൈവവിളിയെ സംബന്ധിച്ച ഒരു മെസ്സേജ് പോലും അതിനകത്ത് പറഞ്ഞുമില്ല. അപ്പം ഞാൻ എന്നാലും അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ, അതെൻ്റെ ഒരു ഏറ്റവും പ്രിയപ്പെട്ട ഒരു പ്രാർത്ഥനയായിരുന്നു. എല്ലാ സമയത്തും ഗെത്സമനിൽ ഈശോ പ്രാർത്ഥിച്ച പ്രാർത്ഥന, പിതാവേ എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. അതിലെൻ്റെ മനസ്സ് ശാന്തമായിരുന്നു. അങ്ങനെ ഞാൻ അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ് തിരിച്ച് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്നലെ ആരാധനയുടെ സമയത്ത് എൻ്റെ കമ്പാനിയനായിട്ട് നിന്ന ആ തെലുങ്ക് സംസാരിക്കുന്ന യുവാവ് എൻ്റെ റൂമിലേക്ക് കയറി വന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, ഞാൻ നിന്നോടൊരു കാര്യം ഇന്നലെ പറയണമെന്ന് ആഗ്രഹിച്ചു, പക്ഷെ എനിക്ക് പറയാൻ ധൈര്യം കിട്ടിയില്ല. പക്ഷെ ഇന്ന് എനിക്കത് പറയാൻ തോന്നിയതുകൊണ്ട് പറയുകയാണ്. ഇന്നലെ നമ്മൾ രണ്ടും പരസ്പരം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നത്. ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും പ്രീസ്റ്റ് എന്ന് പറയുകയാണെന്ന് പറഞ്ഞു. ഞാൻ ഇംഗ്ലീഷിലാണ് സംസാരിച്ചത്. പ്രീസ്റ്റ് എന്ന് പറയുകയാണെന്ന് പറഞ്ഞു. ഇത് കേട്ട മാത്രയിൽ ഒരു നിധി കിട്ടിയ ഒരു സന്തോഷമാണ് എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നത്. തമ്പുരാൻ എന്നെ വിളിച്ചിരിക്കുന്നതിൻ്റെ ഒരു അടയാളം ഞാനിങ്ങനെ തേടി നടക്കുമ്പോൾ ആന്ധ്രയിലുള്ള തെലുങ്ക് സംസാരിക്കുന്ന ആദ്യമായിട്ട് ആ ധ്യാനത്തിൽ കണ്ട ഒരു യുവാവ് തമ്പുരാൻ്റെ ഒരു പദ്ധതി എൻ്റെ ജീവിതത്തിലേക്ക് പറയുകയാണ്. ഇതിലും കൂടുതൽ ഒരു തെളിവ് എനിക്ക് കിട്ടാനായിട്ടില്ലായിരുന്നു. ഞാൻ ആ ഒരു സമയം എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഞാൻ നേരെ ഓടിയത് ചാപ്പലിലേക്കാണ്. താഴെ ചാപ്പലിലേക്ക് പോയിട്ട് തമ്പുരാൻ്റെ സന്നിധിയിലിരുന്നു. എങ്ങനെ എനിക്ക് നന്ദി പറയണമെന്ന് അറിയില്ല, അത്രമാത്രം ഞാൻ തമ്പുരാൻ്റെ സന്നിധിയിൽ അന്ന് നന്ദി പറഞ്ഞു. തമ്പുരാനെ നന്ദി ഉറപ്പ് നൽകിയത്. പിന്നീട് എനിക്കൊരു തിരിഞ്ഞു നോട്ടമില്ലായിരുന്നു. പിന്നീട് ഞാൻ വീട്ടിലേക്ക് ചെന്നു. അടുത്ത ടാസ്ക് ഇത് വീട്ടിൽ അവതരിപ്പിക്കുക എന്ന് പറയുന്നതാണ്. അപ്പച്ചനും അമ്മച്ചിക്കും മുമ്പിൽ. അപ്പം ഞാൻ പതുക്കെ, അമ്മച്ചിയൊക്കെ അടുക്കളയിലായിരിക്കുമ്പോൾ അമ്മച്ചിയോട് ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി, ഇങ്ങനെ ദൈവവിളിക്കൊക്കെ പോയാലോ, അതൊക്കെ നല്ലതായിരിക്കുമല്ലേ എന്നൊക്കെ പറഞ്ഞ് പോസിറ്റീവായിട്ട് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ തുടങ്ങി. കാരണം തലേ വർഷം വരെ എന്നോട് അവർ ചോദിച്ചതാണ്. കാരണം ഞാനും +2 പഠിച്ചുകൊണ്ടിരുന്ന എൻ്റെ ഒരു കമ്പാനിയൻ ഇപ്പോൾ മാനന്തവാടി രൂപതയിലെ വൈദികനാണ്, നിതീഷ് തലച്ചിറയിൽ പഞ്ചാബ് മിഷനിലാണ്. അദ്ദേഹം വൈദികനാകാൻ പോയപ്പോഴത്തേക്കും എന്നോട് ചോദിച്ചതാണ്, നീ വല്ലതും പോകുമോ? ഞാൻ പറഞ്ഞു, ഞാൻ പോകാൻ സാധ്യതയൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ആ ഒരു ടോൺ മാറ്റം കണ്ടപ്പോഴത്തേക്കും അമ്മച്ചിക്ക് എന്തോ സംശയം തോന്നി. അങ്ങനെ ഒരു ദിവസം അപ്പച്ചനും അമ്മച്ചിയും എന്നെ വിളിച്ചിരുത്തി. അവർ രണ്ടുപേരും കസേരയിലിരുന്ന്, ഞാൻ ഓപ്പോസിറ്റായിട്ട് സോഫയിലിരുന്നു. എന്നെ ഇരുത്തിയിട്ട് പറഞ്ഞു, നീ ഇനി തീരുമാനം പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഒരുപക്ഷെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കാം എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ സ്റ്റേൺ ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുന്നത്. ഞാൻ അവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞു, ഞാൻ വൈദികനാവാൻ വേണ്ടി പോവുകയാണ്. തീർച്ചയായിട്ടും അത് അവരുടെ ജീവിതത്തിൽ വലിയൊരു ആഘാതത്തിൻ്റെ നിമിഷം തന്നെയായിരുന്നു. അവരൊട്ടും അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നില്ല. തീർച്ചയായിട്ടും കുറേ കാര്യങ്ങൾ അവർ എൻ്റെ അടുത്ത് സംസാരിച്ചു, അവരുടേതായിട്ടുള്ള ആകുലതകൾ. തീർച്ചയായിട്ടും അത് ഞാനിന്ന് മനസ്സിലാക്കുന്നുണ്ട്.
പക്ഷേ എങ്കിലും ഹൃദയത്തിൻ്റെ ഉള്ളിൽ തമ്പുരാൻ തന്ന ആ ഒരു ബോധ്യത്തെ മാറ്റുവാൻ വേണ്ടിയിട്ട് എനിക്ക് സാധിക്കുന്നില്ല. അത് അത്രമാത്രം ഉറപ്പായി, അത്രമാത്രം സ്നേഹത്തോടു കൂടി ഉള്ളിൽ കിടക്കുകയാണ്. അതിനെ ഉപേക്ഷിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. അപ്പം അങ്ങനെ കുറച്ച് സമയമെടുത്തു. അമ്മച്ചി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും റെഡിയായി. എന്നാൽ അപ്പച്ചനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷകൾ ധാരാളം ഉണ്ടായിരുന്നത് കൊണ്ട് അപ്പച്ചൻ അല്പം സമയമെടുത്തു. സെമിനാരിയിൽ പോകുന്നതിന് 3 ദിവസം മുമ്പാണ് ശരിക്കും പറഞ്ഞ അപ്പച്ചൻ സമ്പൂർണ്ണമായിട്ട് സമ്മതിക്കുന്നത്. അത്രമാത്രം അപ്പച്ചൻ തീർച്ചയായിട്ടും സ്ട്രഗിളിലൂടെ കടന്നുപോയി. ഒരു തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ട് അപ്പച്ചൻ തന്നെയും കടന്നുപോയിരുന്നു. 3 ദിവസം മുമ്പ് 2 വൈദിക സുഹൃത്തുക്കൾ, അപ്പച്ചൻ്റെ 2 വൈദിക സുഹൃത്തുക്കൾ വീട്ടിലേക്ക് വരുന്നു. അവരുടെ അടുത്ത് അമ്മച്ചി ഈ കാര്യം സംസാരിക്കുന്നു. ആ വൈദികർ അപ്പച്ചൻ്റെ അടുത്ത് സംസാരിക്കുന്നു. അങ്ങനെ ഏറ്റവും അവസാനം ഒരു വൈദികൻ എൻ്റെ അടുത്ത് വന്ന് പറയുകയാണ്, അപ്പച്ചൻ സമ്മതിച്ചു, നിനക്ക് പോകാം. അപ്പം അങ്ങനെയാണ് അവരുടെ പെർമിഷനോട് കൂടിയിട്ട് ഞാൻ സെമിനാരിയിലേക്ക് ചേരുന്നത്. പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഈ കപ്പുച്ചിൻ സഭാവസ്ത്രം ഇട്ടുകൊണ്ടാണ്. ഞാൻ ദൈവവിളി തിരഞ്ഞെടുത്തതിന് ശേഷം, ദൈവം എന്നെ വിളിച്ചു എന്ന് ബോധ്യമായതിനു ശേഷം ഏത് കോൺഗ്രിഗേഷൻ തിരഞ്ഞെടുക്കണം എന്നുള്ള ചിന്തകൾ പലതും എൻ്റെ മനസ്സിലൂടെ പോയി. പക്ഷേ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വെച്ചു, ഞാനൊന്നും അങ്ങോട്ട് അന്വേഷിച്ച് പോകത്തില്ല, തമ്പുരാൻ എന്ന് വെളിപ്പെടുത്തി തരുന്നു. അങ്ങനെ ഞാൻ മുന്നോട്ട് പോയി. അപ്പോൾ കോൺഗ്രിഗേഷനെ കുറിച്ച് എനിക്ക് കിട്ടിയ ഒരു വചനം, തമ്പുരാൻ്റെ വചനം, നിങ്ങൾ ശിശുക്കളെ പോലെ ആവുന്നുണ്ടെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന വചനമാണ്. ഞാൻ അതും വെച്ച് മുന്നോട്ട് അന്വേഷിച്ചുകൊണ്ടിരുന്നു. പിന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു കൺസേണും കൂടെ ഇതായിരുന്നു, ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞു, പക്ഷേ എനിക്ക് എൻ്റെ കരിയർ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല. കാരണം എന്നെ ഒരു വൈദികനായിട്ട് തമ്പുരാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വൈദികനായിട്ട് തുടരാനാണ് എൻ്റെ ഒരു താല്പര്യമായിട്ടിരുന്നത്. അതുകൊണ്ട് ആ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കോൺഗ്രിഗേഷനോ അതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വൈദിക ജീവിതത്തിലേക്ക് പോകാൻ എനിക്ക് വ്യക്തിപരമായിട്ടുള്ളൊരു താല്പര്യം കുറവുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയെല്ലാം വെച്ച് നോക്കുമ്പോൾ പിന്നെ വിശുദ്ധ ഫ്രാൻസിസ് അസീസി, അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഒരു വികാരമാണ്. ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന, ജനുവനായിട്ട് ദൈവത്തെ സ്നേഹിക്കുന്ന ഏതൊരു മനുഷ്യനും പ്രണയത്തിലേർപ്പെടും വിശുദ്ധ ഫ്രാൻസിസിനെ വായിച്ചു കഴിഞ്ഞാൽ. അത്രമാത്രം ദൈവസ്നേഹത്തിനു വേണ്ടി ജീവിതം സമർപ്പിച്ച ഒരു വ്യക്തി. ആ ഫ്രാൻസിസ് എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ സ്വാധീനിച്ചിരുന്നു. അപ്പം ഇങ്ങനെ 2-3 കാര്യങ്ങൾ, ഫ്രാൻസിസിൻ്റെ സിംപ്ലിസിറ്റി അതെന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചു. അത്രമാത്രം ലളിതമായിട്ട് ജീവിതത്തിൽ ഒരു കുടുംബത്തോളം സമ്പത്തുണ്ടായിരുന്നിട്ടും എല്ലാം ദൈവസ്നേഹത്തെ പ്രതി ഉപേക്ഷിച്ച് ദരിദ്രനായിട്ട് നടന്ന ഫ്രാൻസിസ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു ലളിത ജീവിതം, ഇതൊക്കെ എന്നെ സ്വാധീനിച്ചിരുന്നു. ഈ ഒക്കെ കാരണങ്ങളാണ് എന്നെ ഫ്രാൻസിസ്കൻ സഭയിലേക്ക്, പ്രത്യേകിച്ച് കപ്പുച്ചിൻ സഭയിൽ അംഗമാകാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് പ്രേരിപ്പിച്ചത്. അങ്ങനെ ഞാൻ കപ്പുച്ചിൻ സഭയിൽ അംഗമായി. 1-ാം വർഷം ഞാൻ പയ്യന്നൂരായിരുന്നു. പിന്നെ 2-ാം വർഷം പ്രീ നോവിഷ്യേറ്റ് കട്ടപ്പന, 3-ാം വർഷം മൂവാറ്റുപുഴ നോവിഷ്യേറ്റ്. ഈ നോവിഷ്യേറ്റിലാണ് ശരിക്കും പറഞ്ഞാൽ സമ്പൂർണ്ണമായിട്ട് എൻ്റെ കുടുംബം എൻ്റെ ദൈവവിളി സമ്പൂർണ്ണമായിട്ട് അംഗീകരിച്ച് തരുന്നത് ശരിക്കും പറഞ്ഞാൽ. കാരണം അപ്പച്ചൻ, ഞാൻ പറഞ്ഞു, ഒരു സ്ട്രഗിളിലൂടെ കടന്നു പോവുകയായിരുന്നു. പക്ഷേ പല രീതിയിൽ അപ്പച്ചൻ്റെ പ്രാർത്ഥനയും എല്ലാം ഉണ്ടായിരുന്നു. എല്ലാവരും പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ഞാൻ നോവിഷ്യേറ്റിൽ ആയിരുന്ന സമയത്താണ് മാസ്റ്റർ അപ്പനെയും അമ്മേനെയും കുറിച്ച് ഒരു മെഡിറ്റേഷൻ നടത്തി. ആ ഒരു സമയത്താണ്, അന്നേ വരെ ഞാൻ എൻ്റെ കാഴ്ചപ്പാടുകൾ മാത്രം എൻ്റെ ദൈവവിളി നോക്കി കണ്ടപ്പോൾ അവരുടെ കാഴ്ചപ്പാടുകൾ ദൈവവിളി നോക്കി കാണാൻ എനിക്ക് ഒരു ദർശനം ലഭിച്ചു. എത്രമാത്രം ഒരു മകനിൽ എത്രമാത്രം മാതാപിതാക്കൾ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞൊരു ചിന്ത. അപ്പോൾ അവരുടെ ചിന്താരീതികൾ കൂടെ, അല്ലെങ്കിൽ അവരുടെ ഷൂയിൽ നിന്നും കൂടെ ചിന്തിക്കാൻ എനിക്ക് അന്ന് സാധിച്ചു. അന്ന് ഞാൻ രാത്രി വൈകുന്നേരം അപ്പച്ചനൊരു കത്തെഴുതി, വീട്ടിലേക്കൊരു കത്തെഴുതി. തീർച്ചയായിട്ടും ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളും മനസ്സിലാക്കുന്നതോടൊപ്പം ദൈവം എന്നെ വിളിച്ചപ്പോൾ സമ്പൂർണ്ണമായിട്ട് ഞാൻ അതിന് യെസ് പറഞ്ഞ് പോന്നു. പക്ഷെ നിങ്ങളുടെ വിഷമത്തെ ഞാൻ മനസ്സിലാക്കുന്നത് പറഞ്ഞൊരു കത്ത്. തീർച്ചയായിട്ടും ആ ഒരു കത്ത് ലഭിച്ച അപ്പച്ചൻ, അതിനുശേഷം അപ്പച്ചൻ എന്നെ നോവിഷ്യേറ്റിലേക്ക് വിളിക്കുമ്പോൾ എന്നോട് പറയുന്ന വാക്കിതാണ്, നീ ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട ആവശ്യമില്ല.
ഞങ്ങളുടെ കാര്യം തമ്പുരാൻ നോക്കിക്കോളും, നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കും. അതെൻ്റെ ജീവിതത്തിൽ വളരെ ആശ്വാസപ്രദവും ഒപ്പം മുന്നോട്ടുള്ള ജീവിതത്തിൽ എനിക്ക് ദൈവവിളിയിൽ ശക്തി പകരുന്ന വചനവും കൂടിയായിരുന്നു. അപ്പോൾ അങ്ങനെ തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ്. ഉടുപ്പ് കിട്ടുന്നതിന് തൊട്ട് മുമ്പാണ് അതെല്ലാം സംഭവിച്ചതും. അങ്ങനെ ഉടുപ്പ് കിട്ടി, നൗഷേറ്റിൽ ഉടുപ്പ് കിട്ടി. പിന്നെ ഫിലോസഫി പഠന കാലഘട്ടം തൃശ്ശൂരായിരുന്നു, റീജൻസി കാലഘട്ടം വൈക്കത്തായിരുന്നു, തിയോളജി കാലഘട്ടം തെള്ളകത്തും. വളരെ മനോഹരമായിട്ട് അത് കടന്നുപോയി. പിന്നെ ഞങ്ങളുടെ ചുറ്റുമുള്ള ബാച്ച്മേറ്റ്സും അവരെല്ലാം എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തിരുന്നു. ഞങ്ങളുടെ ഒരു വലിയ ബാച്ചായിരുന്നു, ഞങ്ങൾ പട്ടം സ്വീകരിച്ചൊരു വലിയ ബാച്ച്. അപ്പോൾ അവരുടെ എല്ലാം ഒരു സപ്പോർട്ടോടുകൂടി ഞാൻ ഇന്ന് വൈദികനായിട്ട് നിൽക്കുകയാണ്. ഞാൻ വൈദികനായിട്ട് ഇപ്പോൾ ഏകദേശം 1.5 വർഷം, 2022 നവംബർ 19 ബഹുമാനപ്പെട്ട ജോസ് പൊരുന്നേടം പിതാവിൻ്റെ പക്കൽ നിന്നും ഞാൻ പട്ടം സ്വീകരിക്കുന്നത്. ആ പട്ടത്തിന് ഞാൻ തിരഞ്ഞെടുത്ത വചനം എൻ്റെ ആദ്യത്തെ വചനം. അന്നാണ് ശരിക്കും പറഞ്ഞാൽ +2 തമ്പുരാൻ പറഞ്ഞ ആ വചനത്തിൻ്റെ ഒരു പൊരുൾ എത്ര വർഷങ്ങൾക്ക് ശേഷം അതിൻ്റെ പൂർത്തീകരണം ഞാൻ മനസ്സിലാക്കുന്നത്. സെറുബാബേലെ, ഞാൻ നിന്നെ എൻ്റെ മുദ്രമോതിരം പോലെയാക്കും, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ആ ഒരു വചനത്തിൻ്റെ പൂർത്തീകരണം അതെൻ്റെ മനസ്സിൽ വലിയൊരു സാഫല്യമായിട്ട് നിറഞ്ഞു. അപ്പം അങ്ങനെ പട്ടം ശുശ്രൂഷകളൊക്കെ കടന്നുപോയി. തീർച്ചയായിട്ടും ദൈവം ഇന്ന് എന്നെ എന്തിനാണ് വിളിച്ചത് എന്ന്, ഞാൻ എന്തിനാണ് തിരഞ്ഞെടുത്തതെന്ന് നോക്കുമ്പോൾ എൻ്റെ ബാച്ച്മേറ്റ്സ് എല്ലാം എഞ്ചിനീയറിംഗ് ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യുന്നവരാണ്. ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് എന്നെ എഞ്ചിനീയറിംഗിലേക്ക് തമ്പുരാൻ എന്തിനാണ് വിളിച്ചത്? അപ്പം ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, എൻ്റെ ബാച്ച്മേറ്റ്സ് എല്ലാവരും തീർച്ചയായിട്ടും മാറ്റർ അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങളെ എഞ്ചിനീയറിംഗ് ചെയ്യുകയാണ്. അവർ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുകയാണ്. എന്നാൽ എന്നെ തമ്പുരാൻ വിളിച്ചിരിക്കുന്നത് മനുഷ്യ ജീവിതങ്ങളെ എഞ്ചിനീയറിംഗ് ചെയ്യാനാണ്. സോ എൻ്റെ ഉള്ളിൽ, എൻ്റെ മനസ്സിൽ കടന്നു വന്ന ഒരു ചിന്ത ഇതാണ്: എഞ്ചിനീയറിംഗ് ഹ്യൂമൻ ബീങ്സ് ഫോർ ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യത്തിനു വേണ്ടി മനുഷ്യ ജീവിതങ്ങളെ എഞ്ചിനീയർ ചെയ്യുക, ജീവിതങ്ങളെ മാറ്റുക, തമ്പുരാൻ്റെ സ്നേഹത്തിലേക്ക് മാറ്റുക. അത് ദൈവവിളിയായിട്ട് ഞാൻ കരുതുന്നു. മുന്നോട്ടുള്ള ജീവിതത്തിൽ അനേകർക്ക് ഹൃദയത്തിൽ ഒത്തിരി നന്ദിയോടുകൂടി, ഒത്തിരി പ്രാർത്ഥനയോടുകൂടി ഈ ഒരു ജീവിതം മുന്നോട്ട് പോകുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളും യാചിക്കുന്നു. ഒരു നാളും എന്നെ കൈവിടില്ല, ഒരു നാളും എന്നെ മറക്കില്ല, ഒരു നാളും എന്നെ കൈവിടില്ല, ഒരു നാളും എന്നെ മറക്കില്ല. എൻ്റെ താതൻ എന്നെ തേടും, എനിക്കായി കാത്തിരിക്കും, എൻ്റെ കുറ്റങ്ങളെല്ലാം പൊറുക്കും, സ്നേഹത്തോടെ മാറോ